ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ മാറി എന്നോളാം, പ്രശ്നമില്ല. വെറുതെ എനിക്ക് എൻ്റെ അച്ഛൻ അന്ന് മുതൽ എൻ്റെ അടുത്ത് മിണ്ടിയിട്ടില്ല. അച്ഛൻ ഭയങ്കര കോൺഗ്രസ്സുകാരനാണ്. എൻ്റെ പല സുഹൃത്തുക്കളും ഞാനുമായിട്ടാകുന്നു. പലരും ഞാനെടുത്ത തീരുമാനത്തോട് വിയോജിച്ചു. സോഷ്യൽ മീഡിയയിൽ എനിക്കെതിരെ അതിശക്തമായ നെഗറ്റീവ് ക്യാമ്പയിൻ നടക്കുന്നു. എന്നെ ഇഷ്ടപ്പെട്ട ആൾക്കാർ പലരും തെറി വിളിക്കുന്ന സാഹചര്യം വരുന്നു. ഞാൻ ഒരു മതേതര മൂല്യത്തോടു കൂടി നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ചത് കൊണ്ടാണ് ഞാൻ യഥാർത്ഥത്തിൽ 2020 പോകുന്നത് തന്നെ. കാര്യം എനിക്ക് ഇപ്പം BJPയുടെ വികസന രാഷ്ട്രീയത്തോട് ഞാൻ ഭയങ്കര യോജിപ്പാണ്. പക്ഷേ BJPയുടെ എന്തോ രാഷ്ട്രീയം? വികസന രാഷ്ട്രീയം. ഓക്കെ, നമ്മൾ ലേശം മാരാർ ഫലിതങ്ങളാണ് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. ഈ മാരാര് നിങ്ങൾക്കൊക്കെ അറിയാലോ, 2020 പാർട്ടിയിൽ പോയി ചേർന്നു. ഈ 2020 പാർട്ടി എന്ന് പറയുന്നത് NDA സഖ്യത്തിൻ്റെ കൂടെ ചേരുകയുണ്ടായി. NDA സഖ്യത്തിൻ്റെ മുഖമുദ്രയായിരുന്നു BJP എന്ന് പറയുന്ന പാർട്ടി. സോ പുള്ളിക്കാരൻ BJP ചേർന്നു എന്ന് പറഞ്ഞിട്ട് അതിമസ്മരികമായ ഹെയ്റ്റ് പുള്ളിക്കാരനെതിരെ വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ ഇപ്പോൾ T20 വിട്ട് കണ്ടം വഴി മുണ്ടുമൊക്കെ ഓടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഫുൾ സപ്പോർട്ട്, ആരാർക്ക് പരിപൂർണമായിട്ടുള്ള സപ്പോർട്ട്, പിന്തുണ ഞാൻ ഈ സാഹചര്യത്തിൽ കൊടുക്കുന്നതാണ്. എനിക്ക് പുള്ളിയിൽ ആ ഒരു പാർട്ടിയിലേക്ക് പോയത് അല്ലെങ്കിൽ ആ ഒരു സഖ്യവുമായി ചേർന്നത് എനിക്കിഷ്ടപ്പെട്ടിട്ടില്ല. ഓക്കെ, കാരണം ഞാൻ പറയാം. എൻ്റെ പല വീഡിയോയും കാണുന്നത് നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും, ഞാൻ ഈ പറയുന്ന NDA സഖ്യത്തിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. അതുകൊണ്ട് മറ്റാരെങ്കിലും അതിനെ പിന്താങ്ങുന്നതിനോടോ സപ്പോർട്ട് ചെയ്യുന്നതിനോടോ അതിൽ വിശ്വസിക്കുന്നതിനോടോ എനിക്ക് യാതൊരു എതിർപ്പുമില്ല. എനിക്ക് പേഴ്സണലി അതിനോട് വലിയ താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ മാരാർ അതിലോട്ട് പോയപ്പോൾ ഒരുപാട് ആൾക്കാർ എതിർത്ത പോലെ തന്നെ എനിക്കും എതിർപ്പുണ്ടായിരുന്നു. മാരാർജി ഇപ്പോൾ അവിടുന്ന് മാറി മറ്റ് ഇതിലേക്ക് വന്നിരിക്കുകയാണ്. അവിടെ എങ്ങോട്ടോ മാറിയെന്നറിയത്തില്ല, ഏതായാലും അവിടുന്ന് വിട്ട് ഓടിയിരിക്കുകയാണ്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ മാരാർജി എന്തിനാണ് NDA സഖ്യത്തിന് വിട്ട് അല്ലെങ്കിൽ 2020 വിട്ട് ഓടിയത്? ഈ മാരാർജിക്കും എനിക്കും ഒരു പ്രത്യേകത ഉണ്ട്. എന്താണെന്നറിയാമോ? ഒന്ന്, മാരാർജിയും ഞാനും, മാരാർജിയും ഇനി വിളിക്കാൻ പറ്റത്തില്ലോ, അഖിൽ മാരാരും ഞാനും എവിടെ കൈവച്ചാലും അതിനകത്ത് കുറേ പ്രശ്നങ്ങളുണ്ടാക്കും. കുറേ വഴക്കിട്ടിട്ടേ നമ്മളതിൽ നിന്ന് പിരിയൂ. അതാണ് മാരാറുടെ എൻ്റെ ഒരു പ്രത്യേകത. ഇനി ഞാൻ പൊതുവെ രാഷ്ട്രീയപരമായ സ്റ്റേറ്റ്മെൻറ്റുകളൊന്നും പറയാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ്. ഞാനങ്ങനെ പറയാറില്ല. BJPയെ എതിർക്കുന്നതൊഴികെ BJP എനിക്ക് പേഴ്സണലി ഇഷ്ടമല്ല. അതുകൊണ്ട് ആർക്കും ഇഷ്ടപ്പെടുന്നതിന് എനിക്ക് യാതൊരു തടസ്സമില്ല. ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ ഒക്കെ അഭിപ്രായത്തെ ഞാൻ മാനിക്കുന്നു. എനിക്ക് പേഴ്സണലി ആ ആശയങ്ങളോട് യോജിപ്പില്ല. ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറില്ല കേട്ടോ, എന്നാലും ഒന്ന് പറഞ്ഞെന്നുള്ളൂ. അതിന് മാരാർജിക്ക് പറയാനുള്ളത് നമുക്കൊന്ന് കേട്ടിട്ട് വരാം. ബന്ധത്തിന്റെ പേരിലാണത്. അപ്പൊ ഞാൻ ആക്ച്വലി ആ സീറ്റ് നഷ്ടപ്പെട്ടതിന് ശേഷം സ്വതന്ത്രനായി മത്സരിക്കണമെന്നൊരു ആഗ്രഹമായിട്ട് നിന്ന ഒരാളാണ്. അപ്പൊ സ്വതന്ത്രനായിട്ട് മത്സരിക്കാനുള്ള എൻ്റെ ഒരു ആഗ്രഹത്തെ ആക്ച്വലി സപ്പോർട്ട് ചെയ്തുകൊണ്ട് സാബു ജേക്കബ് പോരുന്നു. അതിന് മുൻപ് സ്വതന്ത്രമായി മത്സരിക്കാനുള്ള എൻ്റെ ഒരു ഇതിനെ സപ്പോർട്ട് ചെയ്ത് 2020 പാർട്ടിയുടെ സ്ഥാപകനായിട്ടുള്ള സാബു വരുന്നു. അപ്പം അതങ്ങനെ സ്വതന്ത്രമായിട്ട് മത്സരിക്കുന്ന ഇതാവുന്നേ. ഈ പുള്ളിക്കാരൻ ബേസിക്കലി ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ മാരാര് NDA സഖ്യത്തിൽ ചേർന്നപ്പോൾ പുള്ളിക്കാരൻ്റെ തലച്ചോറിൻ്റെ ഫ്യൂസ് അടിച്ചു പോയി. ഇപ്പോൾ ഇറങ്ങിയപ്പോഴത്തേനും ഫ്യൂസ് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട് കേട്ടോ. അതൊക്കെയാണ് ഈ സംഭവം. പക്ഷേ ഇവിടെ വീണ്ടും ഫ്യൂസ് പോയ പോലെയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ മാരാറുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ കൊട്ടാരക്കരയിൽ സ്വതന്ത്രനായി മത്സരിക്കണം. നിങ്ങൾക്കൊക്കെ അറിയായിരിക്കുമല്ലോ, കോട്ടാത്തലയാണ് അഖിൽ മാരാറുടെ സ്ഥലം. അപ്പോൾ അവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കണമെന്നായിരുന്നു പുള്ളിക്കാരൻ്റെ ആഗ്രഹം. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മാരാർ മത്സരിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ഉണ്ടാക്കിയതിനെക്കാട്ടിലും പേരും വോട്ടും ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു. മാരാർജി ഈ NDA അനുകൂലിക്കുന്ന ഒരു പാർട്ടിയിൽ പോയത് കൊണ്ട് മാത്രം മാസ്മരികമായിട്ടുള്ള ഹെയ്റ്റ് മാരാർക്ക് വന്നിട്ടുണ്ട്. മാത്രമല്ല അവിടെ പോയപ്പോൾ കാണിച്ച കുറേ മണ്ടത്തരങ്ങൾക്ക് ഹെയ്റ്റ് വരും, സ്വാഭാവികം. NDAയുടെ കുറെ ഏജൻസികൾ എന്നെ ബന്ധപ്പെട്ടിരുന്നു. പൈസ തരാം, അങ്ങനെ തരാം, ഇങ്ങനെ തരാം, പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ഞാൻ അവരെ എല്ലാവരെയും പുച്ഛിച്ച് തള്ളിക്കളയാണ് ചെയ്തത്. ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ടെ, NDAയുടെ കുറേ ഏജൻസികൾ എന്നെ കോണ്ടാക്ട് ചെയ്തിരുന്നു. അത് തരാം, ഇത് തരാം, പൈസ തരാം. അപ്പോൾ ഈ NDAയിൽ നിലവിൽ മത്സരിച്ച സെലിബ്രിറ്റീസ് ആയിട്ടുള്ളവർ ആദ്യമായിട്ട് മത്സരിക്കുന്ന പാർട്ടിക്ക് വേണ്ടി രക്തം ചിന്തി അല്ലെങ്കിൽ പാർട്ടിയുടെ ഉയർച്ചയ്ക്ക് വേണ്ടി അപമാനം സഹിച്ച് ആ ഉയർച്ചയിൽ ഓരോ പടിയും നിന്നവരല്ലാത്ത ആളുകൾ, സെലിബ്രിറ്റി ആയിട്ടുള്ള ആളുകൾ, അവർക്ക് എന്തെങ്കിലും ഓഫർ ചെയ്തിട്ടുണ്ടോ? റോബിൻ രാധാകൃഷ്ണൻ, പിന്നെന്തോ മറ്റേ ചക്കയല്ല താമരയല്ല ചക്കയല്ല, അവർ കുറേ പേരുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ പരിശോധിക്കണം. അങ്ങനെയാണെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ ഇതിനകത്ത് ഇടപെടണം. എന്തിനാ? ഈ സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി അവർക്ക് പൈസ ഓഫർ ചെയ്തിരിക്കുന്നു എന്ന വലിയൊരു അലിഗേഷനാണ് മാരാർ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത് അത്യാവശ്യം വലിയൊരു അലിഗേഷൻ തന്നെയല്ലേ വന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ പാർട്ടി മത്സരിക്കാം. എത്ര തരുമെന്നറിയത്തില്ല, എന്നാലും മത്സരിക്കാം.
പിന്നീട് എന്റെ തന്നെ ഒരു ആഗ്രഹമായിരുന്നു സ്വതന്ത്രമായിട്ട് മത്സരിക്കുക. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് സാബു ജേക്കബ് വരുന്നത്. കൊട്ടാരക്കര സീറ്റ് ഡൽഹിയിൽ നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഇപ്പോൾ ഉറപ്പ് നൽകാമെങ്കിൽ ആരും 2020 അവിടെ ആളില്ല. 2020 സംഘടന ഇല്ലാത്തൊരു സ്ഥലത്ത് അവർക്കൊരു സീറ്റ് ചോദിക്കാൻ പറ്റില്ല. പക്ഷേ ഞാനാണെന്നുണ്ടെങ്കിൽ ആ സീറ്റ് അവർ ഉറപ്പ് മേടിച്ചു തരാം. രാജീവ് ചന്ദ്രശേഖറുമായിട്ട് സംസാരിച്ചു, എല്ലാ കാര്യങ്ങളും കൺഫർമേഷൻ പറയുന്നു. അങ്ങനെ ആ ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമാണ് ഞാൻ 2020 ചേരാൻ തീരുമാനമെടുക്കുന്നത്. കാര്യം എന്നെ ഓക്കെ, കൊട്ടാരക്കരയിൽ ഒരു സീറ്റ് തരാമെന്ന് പറഞ്ഞിട്ടാണ് മാരാർ 2020 ചേരുന്നത്. അപ്പം മാരാറുടെ ലക്ഷ്യം കൊട്ടാരക്കര തന്നെയായിരുന്നു. ഈ ഇലക്ഷന് മുമ്പ് മാരാരായിരിക്കും കൊട്ടാരക്കരയിൽ UDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നതെന്നൊരു പേരുണ്ടായിരുന്നു. ആ പേര് നടന്നില്ല. അങ്ങനെ സാഹചര്യത്തിൽ അവിടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ കേൾക്കുന്നു മാരാർജി 2020 ചേർന്നിരിക്കുന്നു. ക്രിക്കറ്റ് കളിക്കാനാണോ പറഞ്ഞില്ല, ചേർന്നിരിക്കുന്നു. അതിനുശേഷം അറിയുന്നു മാരാർജിയെ തൃക്കാക്കരയാണ് തൃക്കാക്കരയിലേക്ക് മത്സരിക്കാൻ വിട്ടു എന്ന് പറയുന്നു. നീ അവിടെ മത്സരിച്ചാൽ മതി, അതിലേക്കൊക്കെ നമുക്ക് വരാം. ഒരു സ്വതന്ത്ര ഇമേജിൽ തന്നെ എന്റെ നാട്ടിൽ മത്സരിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം ഒരുക്കുക. പക്ഷേ അതിനുശേഷം സംഭവിച്ചത് രശ്മി പിന്നീട് വരുന്നു. ഈ പിന്നീട് രശ്മി വന്നതാണോ വരുത്തിച്ചതാണോ എന്നതുപോലും എനിക്ക് പിന്നീട് സംശയമുണ്ട്. എന്തായാലും കൊട്ടാരക്കര സീറ്റിലേക്ക് രശ്മി വരുന്നു. രശ്മിക്ക് ആ സീറ്റ് അവർ നൽകുന്നു. പിന്നീട് ഞാൻ പറയുന്നു ശരി ഞാൻ മാറി നിൽക്കാം. അപ്പം പറയുന്നു അന്നേരം എൻ്റെ അടുത്ത് പറഞ്ഞില്ല അഖിൽ മാറണ്ട, നമുക്ക് തൃപ്പൂണിത്തുറ സീറ്റിലേക്ക് നമുക്ക് നോക്കാം എന്നുള്ള രീതിയിലേക്ക് ഒരു ചർച്ച വരുന്നു. തൃപ്പൂണിത്തുറ സീറ്റ് ആ സമയത്ത് 2020 കൊടുക്കാൻ BJPക്ക് താല്പര്യമില്ല. കാര്യം അവരുടെ നഗരസഭ അവർക്ക് ഭരണമുള്ള സ്ഥലമാണ്. പക്ഷേ ഞാൻ ആ സമയത്ത് എൻ്റെ വിഷമങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഞാൻ രാജീവ് ചന്ദ്രശേഖറുമായിട്ട് നേരിട്ട് സംസാരിക്കുന്നു. അദ്ദേഹം ആദ്യം ഇത് മറന്നുപോയി എന്നാണ് പറയുന്നത്. അതായത് അഖിൽ പത്തനാപുരത്താണെന്നാണ് ഞങ്ങൾ കരുതിയത്. തെറ്റ് മിസ്റ്റേക്ക് പറ്റിപ്പോയി. അപ്പോൾ അദ്ദേഹം എന്നോട് നമുക്ക് പരിഹാരം ഉണ്ടാക്കാമെന്ന് പറയുന്നു. അങ്ങനെ അദ്ദേഹം പരിഹാരം ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായിട്ട് RSS നേതാക്കന്മാരെയും ഞാൻ പോയി കണ്ടു. ഞാൻ എന്റെ അവസ്ഥ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഈ രീതിയിൽ നമ്മുടെ ഈ സാബു ജേക്കബ് കുടുക്കിയതാണ്. അതായത് എന്റെ അടുത്ത് പറഞ്ഞിരുന്നത് ഈ സാബു ജേക്കബ് ആരാന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. പുള്ളിയാണ് 2020 ഈ രാഷ്ട്രീയപരമായിട്ട് വലിയൊരു നോളജ് ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് അത്രയധികം നോളജ് ഇല്ലാത്ത ഞാൻ പറഞ്ഞില്ല കേട്ടോ. സാബു ജോസഫ് എന്ന് പറയുന്നത് പുള്ളിയാണ് 2020 പാർട്ടിയുടെ മെയിൻ. പുള്ളിയാണ് അതിനകത്ത് മെയിൻ ആള്. പുള്ളി കിറ്റെക്സ് എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ അത് പുള്ളികളെ തന്നെ, ടെക്സ്റ്റൈൽസും പരിപാടിയൊക്കെ പുള്ളികളെ തന്നെ. അപ്പോൾ സംരംഭകനാണ്. അതോടൊപ്പം തന്നെ രാഷ്ട്രീയ പൊതുജന സേവനത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടൊരു പാർട്ടി തുടങ്ങിയ ആളാണ്. ഓക്കെ, രാജീവ് ചന്ദ്രശേഖറിന്റെയും സാന്നിധ്യത്തിൽ അഖിലിനെ നമ്മൾ പത്രസമ്മേളനം ചെയ്ത് കൊട്ടാരക്കരയിലേക്ക് അനൗൺസ് ചെയ്യും എന്ന് പറഞ്ഞിരുന്നിടത്ത് നിന്ന് എന്നെ 2020 ഓഫീസിലേക്ക് വിളിച്ചിട്ട് ഞാൻ 2020 ചേർന്നു എന്ന് പറഞ്ഞൊരു വാർത്ത അങ്ങ് കൊടുത്തു. അതോടുകൂടിയിട്ട് ഞാൻ സ്റ്റക്കായി പോയി. കാരണം മണ്ഡലമോ കാര്യങ്ങളോ ഒന്നും പറയാതെ ഞാൻ 2020 ചേർന്നു എന്നൊരു വാർത്ത കൊടുക്കുകയും സ്വാഭാവികമായിട്ടും നമ്മൾക്ക് ഞാൻ വിചാരിച്ചത് ഇദ്ദേഹം ഉറപ്പ് നൽകിയതല്ലേ. എനിക്ക് എല്ലാ വാട്സപ്പ് ചാറ്റുകളും കിടപ്പുണ്ട്. ആ ഉറപ്പ് നൽകുന്നതും ഞാൻ സംശയം പറയുന്നതും പിന്നീട് വീണ്ടും ഉറപ്പ് നൽകുന്നതും ഇതെല്ലാം കഴിഞ്ഞ് ബന്ധത്തിന്റെ പേരിലാണത്. അങ്ങനെ പുള്ളിക്കാരനെ കൊണ്ട് അവിടെ മത്സരിപ്പിച്ചു. എവിടെ? നമ്മുടെ തൃക്കാക്കര മത്സരിപ്പിച്ചു. കൊട്ടാരക്കര കൊടുക്കാവുന്ന വാഗ്ദാനം നൽകി വിളിച്ചു വരുത്തിയിട്ട് പറ്റിച്ചു വിട്ടു. അപ്പോൾ ഇതിനകത്ത് മാരാര് പറയുന്നുണ്ട് ഞാൻ കുറേ ചാറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. നമുക്ക് ചാറ്റുകളിലേക്കൊന്ന് കണ്ണുപിടിക്കാം. ഇതൊക്കെയാണ് ചാറ്റുകളിൽ ഒരെണ്ണം. അതിനകത്ത് മാരാര് എന്തോ നീട്ടിപ്പിടിച്ച് മെസ്സേജ് അയക്കുന്നു. ഇത് 2020 മെയിൻ തലയായിട്ടുള്ള സാബു സാറിന് വെച്ചിട്ടുള്ള മെസ്സേജ് കേട്ടോ. അതിനകത്ത് പുള്ളി ഒരു റിപ്ലൈ കൊടുക്കുന്നു. യുവർ നെയിം ഈസ് കൺസിഡേർഡ് ഇൻ തൃക്കാക്കര നോട്ട് ഇൻ തൃപ്പൂണിത്തറ. നിന്റെ പേര് തൃക്കാക്കരയാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്, തൃപ്പൂണിത്തറയല്ല. തൃപ്പൂണിത്തറ നമുക്ക് വേറെ ആളായി. കൊട്ടാരക്കരയിൽ BJPയുടെ തന്നെ നേരിട്ടുള്ള ആൾ വന്നു. അതുകൊണ്ട് നീ തൃക്കാക്കര, തൃപ്പൂണിത്തറയില്ല, തൃപ്പൂണിത്തറ വേറെ ആൾക്ക് കൊടുത്തു എന്ന് പറയുന്നു. മാരാര് കൊട്ടാരക്കര ഇല്ലെങ്കിൽ തൃപ്പൂണിത്തറ എന്ന് പറഞ്ഞിട്ട് അയച്ചിട്ടുണ്ട്. അതായത് മാരാർക്ക് ഒന്നെങ്കിൽ കൊട്ടാരക്കര വേണം അല്ലെങ്കിൽ തൃപ്പൂണിത്തറ വേണം. മനസ്സിലായല്ലോ? മാരാർക്ക് ഒന്നെങ്കിൽ കൊട്ടാരക്കര വേണം അല്ലെങ്കിൽ തൃപ്പൂണിത്തറ വേണം. എന്തിനാണ് ഒന്നെങ്കിൽ കൊട്ടാരക്കര അല്ലെങ്കിൽ തൃപ്പൂണിത്തറ എന്ന് പറഞ്ഞ് മാരാര് വാശി പിടിക്കുന്നത്? കൊട്ടാരക്കര മാരാറുടെ സ്വന്തം സ്ഥലമാണ്. അവിടെ മാരാർക്കൊരു ഹോൾഡ് ഉണ്ട്. മാരാർക്ക് അവിടെ കുറേ വോട്ട് പിടിക്കാൻ പറ്റും, സ്വാഭാവികം. തൃപ്പൂണിത്തറ എന്ന് പറയുന്നത് ഈ NDA സർക്കാർ ആ ഒരു അലയൻസ് ഉണ്ടല്ലോ, അവർക്ക് അല്ലെങ്കിൽ BJPക്ക് ഒരു ചെറിയ മേൽക്കൈയൊക്കെ കിട്ടാൻ സാധ്യതയുള്ളൊരു സ്ഥലമാണ്. ഇനി മാരാരിൽ നിന്ന് തൃക്കാക്കര വരുമ്പോഴത്തേനും അവിടെ ആ പാർട്ടി ഒന്നുമില്ല. ആ പാർട്ടി ലിറ്ററലി 0 ആണ് അവിടെ. അങ്ങനെ ഒരു സ്ഥലത്താണ് മാരാര് പോയി മത്സരിക്കുന്നത്. മാരാര് ഇങ്ങനെ മത്സരിക്കുന്ന സമയത്താണ് മാരാര് പോയി പിഷാരടിയായിട്ട് വള്ളി പിടിക്കുന്നത്. പിഷാരടിയായിട്ട് വള്ളി പിടിച്ചപ്പോൾ മാരാര് ഒരു കാര്യം പറഞ്ഞിരുന്നു. കാര്യം ഒന്ന് കേട്ടാലോ? കേൾക്കാം. ഒരുപാട് നേതാക്കന്മാർ പിണറായി വിജയൻ പോലീസിന്റെ അടികൊണ്ടും നിരവധി മർദ്ദനങ്ങൾ ഏറ്റിട്ടും ജീവിതം തന്നെ ഇല്ലാതാകുന്ന സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ എന്താണ് രമേശ് പിഷാരടി ചെയ്തത്? അദ്ദേഹം ഉറച്ച ഒരു കോൺഗ്രസ് സീറ്റിൽ വന്ന് മത്സരിക്കുമ്പോൾ എങ്ങനെ ഉറച്ച ഒരു കോൺഗ്രസ് സീറ്റിൽ വന്ന് മത്സരിക്കുമ്പോൾ ഓക്കെ, ബാക്കി കേൾക്കാം. ഒരു ജനത്തെ സേവിക്കാനുള്ള തീരുമാനമാണോ അതോ തന്റെ ജീവിതം കൂടുതൽ സുരക്ഷിതമാക്കാനുള്ള തീരുമാനമാണോ? ഒരു നിലപാട് മാറ്റുന്നു എന്ന് എങ്ങനെ
അവിടെ സ്വന്തം സീറ്റ് ഉറപ്പിക്കാനുള്ള സാധനമാണോ എന്നാണ് ചോദിക്കുന്നത്. ഈ മാരാർ എന്നിട്ട് അന്നടിച്ച മാസം എന്തായിരുന്നു? ഞാൻ ഇവിടെ യാതൊരു പിന്തുണയുമില്ലാത്ത തൃക്കക്കരയിൽ വന്ന് മത്സരിക്കുന്നു, എൻ്റെ ചങ്കൂറ്റമാണ്. അതായത് മറ്റേ UDF-ലെ രമേശ് പിഷാരടിക്ക് ഉറപ്പുള്ള കോൺഗ്രസ് കോട്ടയിൽ പോയി മത്സരിക്കുമ്പോൾ ഞാൻ അങ്ങനെ നെഞ്ചും പിരിച്ച് ബാറ്റൺ ടാങ്ക് പോലെ നിൽക്കൂടാ എന്ന് പറഞ്ഞ താങ്കൾ എന്തുകൊണ്ട് കൊട്ടാരക്കര അല്ലെങ്കിൽ തൃപ്പൂണിത്തറ എന്ന് ചോദിച്ചു? നമുക്ക് ജയിക്കുമെന്ന് ഉറപ്പുള്ള സീറ്റിൽ തന്നെ മത്സരിക്കണം അല്ലേ? പ്രവൃത്തിയൊന്നും നമ്മൾ പറയുന്നൊന്നും നമ്മുടെ ഉള്ളിലെ സാധനം വേറൊന്നും. അന്ന് പിഷാരടി നമ്മുടെ മാരാരെ പുച്ഛിച്ചു വിട്ടിരുന്നു. എന്തായാലും കുറ്റമൊക്കെ അല്ലേ പറഞ്ഞേ, എന്തെങ്കിലും അപ്പോൾ ഒരു ആശയത്തിൽ ഉറച്ചു നിൽക്കട്ടെ, അപ്പം നമ്മൾ ഇതിനുള്ള മറുപടി പറയാം. യാഥാർത്ഥ്യമായി പിഷാരടി കണിയനാണോ എന്നൊക്കെ ഉള്ള കമൻറ്റുകൾ വരുന്നതായി കണ്ടു, ശ്രദ്ധയിൽപ്പെട്ടു. അതല്ല നമ്മുടെ പ്രശ്നം. അപ്പോൾ അഖിൽ മാരാരും ആഗ്രഹിച്ചത് ഉറച്ച സീറ്റ്, NDA സർക്കാരിൽ നിന്നാൽ അല്ലെങ്കിൽ 2020 നിന്നാൽ ഞാൻ ജയിക്കുമെന്ന് ഉറപ്പുള്ള ഉറച്ച സീറ്റാണ് നോക്കി. കിട്ടിയില്ല. കിട്ടാത്തപ്പോൾ നീ ഉറച്ച സീറ്റ് നോക്കിയവനല്ലേ, ഞാൻ ചങ്കും പിരിക്കും ആന കുത്താൻ വന്നാലും നിൽക്കുന്നവനാടാ എന്നൊരു സ്റ്റേറ്റ്മെന്റ് അടിച്ചായിരുന്നു കേട്ടോ. അതുകൊണ്ട് മാത്രം ഇതിവിടെ പറഞ്ഞത്. ഇനി ബാക്കി നമ്മൾ ചാറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ മാരാർ കുറേ മെസ്സേജുകൾ അയച്ചിട്ടുണ്ട്. ഇതെല്ലാം സാബു കിറ്റെക്സ് അയച്ച മെസ്സേജാണ്. സാർ, കൊട്ടാരക്കര ഇല്ലെങ്കിൽ തൃപ്പൂണിത്തറ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇപ്പോൾ തൃക്കാക്കര സീറ്റാണെന്ന് റാം വിളിച്ച് പറയുന്നു. ഇത് ശരിയായി എനിക്ക് തോന്നുന്നില്ല. ഞാൻ സുന്ദരേശൻ ചേട്ടൻ, കുമാർജി ഉൾപ്പെടെ എല്ലാവരുമായി ഉണ്ടായ വിഷയങ്ങൾ പറഞ്ഞിട്ടാണ് തൃപ്പൂണിത്തറ സീറ്റ് പിന്തുണ ഉറപ്പിച്ച് നൽകിയത്. പ്രതീഷ് വിശ്വനാഥ് എന്നെ വിളിച്ചു പ്രതീഷ് വിശ്വനാഥ് എന്നെ വിളിച്ചു പറഞ്ഞത് അങ്ങനെയാണ്. BJPയുടെ ഒരു C ക്ലാസ് ഞാൻ മത്സരിക്കുമ്പോൾ അവരുടെ A ക്ലാസ് സീറ്റിൽ 2020യുടെ മറ്റൊരാൾ മത്സരിക്കുന്നത് എനിക്ക് വ്യക്തിപരമായി നാണക്കേട് കൂടെയാണ്. മാരാരെ ഈ പറയുന്നത് തൃപ്പൂണിത്തറയോ കൊട്ടാരക്കരയോ നിർത്തിയിരുന്നെങ്കിൽ ജയിക്കാൻ സാധിച്ചില്ലെങ്കിൽ പോലും 2ാം സ്ഥാനത്തിനെങ്കിലും എത്തും. അയാൾ കഴിവുള്ളൊരുത്തനാണ്, ഇല്ലെന്നൊന്നും ഒരിക്കലും പറയുന്നില്ല. അഖിൽമാരാർ വളരെ കഴിവുള്ളൊരുത്തനാണ്. അയാളുടെ പൊട്ടൻഷ്യൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ചാൻസ് മുമ്പിൽ കടന്നിട്ടും അവിടെ വേറെ നിർത്തിയിട്ട് ഇങ്ങനെ കൊണ്ട് അവിടെ നിർത്തി ഇവരും തെറ്റ് സൂപ്പർ ആ ഒരു സാധനത്തിലേക്ക് പിടിച്ചു. എൻ്റെ ഒരു അറിവ് പ്രകാരം ഈ 2020 പാർട്ടിയിൽ ഒരു ചിന്തിച്ച് മാരാരെ അവിടെ കൊണ്ട് നിർത്തുന്നു. മാരാർ കോൺട്രവേഴ്സി ഉണ്ടാക്കും, കൺഫേം. മാരാർ കോൺട്രവേഴ്സി ഉണ്ടാക്കിയിരിക്കും, അത് അവർക്കറിയാം. മാരാർ കോൺട്രവേഴ്സി ഉണ്ടാക്കുന്നു, 2020ക്ക് അവിടെ ഒരു ഇളക്കം സൃഷ്ടിക്കുന്നു. ഇളക്കം സൃഷ്ടിച്ചതിന് ശേഷം അവിടെ ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേനും ഇപ്പം മാരാർ 22,000 സീറ്റ് ഒപ്പിച്ചല്ലോ. നമ്മൾ അത്ര സീറ്റ് സെറ്റ്, അത്ര ആൾക്കാരെ കൺവിൻസ് ചെയ്തു ഈ സാധനമാണ് ഉദ്ദേശിച്ചതെന്ന് തോന്നുന്നു. ഓക്കെ, മാരാർ ഈ പറയുന്ന ചാറ്റുകളെല്ലാം സ്ക്രീൻഷോട്ട് ഇട്ടപ്പോഴത്തേനും ഇട്ട ഡിസ്ക്രിപ്ഷൻ ഒന്ന് വായിക്കാവേ. കൊട്ടാരക്കരയിൽ സ്വതന്ത്രനായി ഞാൻ മത്സരിക്കണം എന്ന ചിന്തയോടാണ് 2020യിലേക്ക് എന്നെ അടുപ്പിച്ചത്. കൊട്ടാരക്കരയിലെ BJP വോട്ടർക്ക് പുറമെ എൻ്റെ വ്യക്തിബന്ധത്തിൽ നേടിയെടുക്കാൻ കഴിയുന്ന വോട്ടുകൾ കൂടി വരുമ്പോൾ മത്സരം ത്രികോണമായി മാറും. ആ സാധ്യത മാത്രമാണ് ഞാൻ മുന്നിൽ കണ്ടത്. എന്നാൽ സീറ്റ് നൽകാതെ അവർ എന്നെ ചതിച്ചു. പിന്നീട് തൃപ്പൂണിത്തറ സീറ്റ് 2020 നൽകി BJP എന്നോട് മാന്യത കാണിച്ചു. അപ്പോൾ BJP-യോട്ടുള്ള കൂറുപുള്ളി പുലർത്തുന്നുണ്ട് കേട്ടോ. എന്നാൽ അവിടെയും സാബു ജേക്കബ് എന്നെ ചതിച്ചു. ജയസാധ്യതയോ അല്ലെങ്കിൽ മികച്ച മുന്നേറ്റമോ ഉണ്ടാകുന്ന ഒരു സീറ്റ് അഖിൽമാരാർ മത്സരിക്കരുത് എന്ന് BJP-യിലെ ഓക്കെ പടേ അതൊന്നുമല്ല നമ്മുടെ പ്രശ്നം. ഇത് ഞാനിവിടെ കാണിച്ചത് അന്ന് പിഷാരടിയെ കുറ്റം പറഞ്ഞപ്പോൾ നീ ഉറച്ച പാലക്കാട് സീറ്റിലടാ നോക്കിയേ, ഞാൻ ഉറയ്ക്കാത്ത തൃക്കക്കരയിൽ നിന്ന് ജയിക്കൂടാ എന്ന് പറഞ്ഞ സാധനത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് മാരാർജിയുടെ ബാക്കി കാര്യങ്ങൾ കേൾക്കാം. പ്രധാന കാര്യം എന്ന് പറയുന്നത്, തെരഞ്ഞെടുപ്പ് സമയത്ത് ഞാൻ 20 ലക്ഷം രൂപ കൊടുത്ത് വാങ്ങിയ BMW-ന്റെ ഒരു ബൈക്ക് ഒരു വർഷത്തിനുള്ളിൽ ഞാൻ വിറ്റിട്ടാണ് എന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനുള്ള 20 ലക്ഷം രൂപയുടെ ബൈക്കോ? എപ്പം ഈശ്വര കത്തുള്ളൂ ആദ്യം ഞാൻ ചെലവഴിക്കുന്നത്. ഇവിടെ വർക്ക് ചെയ്യാൻ ഇവിടെ 2020 എന്റെ അടുത്ത് തൃക്കാക്കരയിലേക്ക് വരുന്ന സമയത്ത് എന്റെ അടുത്ത് പറഞ്ഞത് ഇവിടെ 18 കൗൺസിലർമാർ മത്സരിച്ചിട്ടുണ്ട്, ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം 15,000 വോട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്, ഇവിടെ നമുക്കൊരു കൗൺസിലർ ജയിച്ചിട്ടുണ്ടെന്നാണ്. സത്യം പറഞ്ഞാൽ മാധു, 2 പേരാണ് 2020ക്ക് വേണ്ടി മത്സരിക്കാൻ തൃക്കാക്കരയിൽ എന്റെ കൂടെ പ്രവർത്തിക്കാനുണ്ടായിരുന്നത്. ഇതിനകത്തെ ഞാൻ ഇപ്പോഴും പറഞ്ഞേ, 2020 എന്ന് പറയുന്ന പാർട്ടിക്ക് കിട്ടിയൊരു മുതൽക്കൂട്ടായിരുന്നു അഖിൽമാരാർ. കറക്റ്റായിട്ട് അയാളെ യൂസ് ചെയ്യാൻ പറ്റിയില്ല. അയാളെ പിടിച്ചു നിർത്തി അയാൾക്ക് വേണ്ട കാര്യങ്ങൾ കൊടുത്ത് അയാൾക്ക് വേണ്ടുന്നത് പോലെ കൊടുക്കാൻ പറ്റുന്ന പരിഗണനയെങ്കിലും കൊടുത്തിരുന്നുവെങ്കിൽ ഒരു പക്ഷേ നാളെ ഒരു സമയത്ത് ഈ 2020 എന്ന് പറയുന്ന ഒരു സാധനത്തിനൊരു ക്രെഡിബിലിറ്റി ഉണ്ടാനെ. ഇപ്പോൾ പട്ടിപ്പുച്ഛം മാത്രമാണ് 2020 കിട്ടാൻ പോകുന്നത്. കാരണം അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ മാരാർ പുറത്തു പറഞ്ഞു. മാരാർ ഒരുപാട് ചാറ്റുകളുടെ സ്ക്രീൻഷോട്ട്സ് ഇട്ടിട്ടുണ്ട്. അതിലൊന്നും ഈ പറയുന്ന സാബു എന്ന് പറയുന്ന പുള്ളിക്കാരൻ്റെ ഒരു റിപ്ലൈ പോലും വന്നിട്ടില്ല. മാരാർ കണ്ണ അങ്ങോട്ട് എന്തൊക്കെയോ പറയുന്നു. ആ പുള്ളി നീ പണഞ്ഞിട്ട് പോ, ഞാൻ ഒരു കമ്പനി
കമ്പനിയുടെ CEO റൺ ചെയ്യുന്ന പോലെ ഈ ഒരു പാർട്ടി അങ്ങോട്ട് റൺ ചെയ്യും. ചൗവര്യമുണ്ട് നിൽക്കുക, മാനേജ്മെന്റ് തീരുമാനിക്കും, നീയൊക്കെ അങ്ങോട്ട് അനുസരിക്കണം. ഈ ഒരു സെറ്റപ്പിലാണ് പുള്ളിക്കാരൻ്റെ ഒരു സാധനം കണ്ടത്. അതേസമയം ഈ മാരാരെ കൊണ്ടുവന്നപ്പോഴാണ് 2020 എന്ന് പറയുന്ന ബാക്കി നിങ്ങൾ കൊണ്ടുവന്ന കാൻഡിഡേറ്റ്സ് എല്ലാം പറയാതെ പറ്റൂല, രാഷ്ട്രീയത്തിൻ്റെ പോലും അറിയാത്ത ആൾക്കാരെയാണ് ബാക്കി നിങ്ങൾ കൊണ്ടുവന്ന എല്ലാവരും. അവിടെയാണ് ഈ അഖിൽമാരാർ വ്യത്യസ്തനായത്. അയാൾക്ക് രാഷ്ട്രീയം അറിയാം, രാഷ്ട്രീയപരമായി സംസാരിക്കാൻ അറിയാം, രാഷ്ട്രീയപരമായ നിരൂപണങ്ങളുണ്ട്, ചില മണ്ടത്തരങ്ങൾ ഉണ്ടെങ്കിൽ പോലും പുള്ളിക്കാരൻ എന്തൊക്കെയോ ചെയ്യാറുണ്ട്. അപ്പോൾ കഴിവുള്ളൊരുതിനെ കിട്ടുമ്പോൾ ഈ മാരാർക്ക് കഴിവില്ലെന്ന് നമുക്ക് പറയാനേ പറ്റില്ല. അതൊക്കെ കഴിവുണ്ട്, പക്ഷെ അത് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതല്ല, അതൊക്കെ കഴിവുണ്ട്, അത് ഉപയോഗിക്കായിരുന്നു. ബാക്കിയേക്കാം. പിന്നെ ഓഫീസിൽ നിന്നുള്ള ബാക്കി കാര്യങ്ങളൊക്കെ പലരും ചെയ്യുന്നെങ്കിലും പ്രവർത്തനത്തിൽ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2 പേർ ഒരു മണ്ഡലം ഓഫീസില്ല. അതായത് NDAക്ക് ഒരു തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പോലും തൃക്കാക്കരയിൽ ഉണ്ടായിരുന്നില്ല. ഒറ്റയ്ക്ക് ഞാൻ കാട്ടിക്കൂട്ടിയ ബഹളങ്ങളാണ് യഥാർത്ഥത്തിൽ അന്നാണ് നടന്നത് മുഴുവൻ. ഈ തെരഞ്ഞെടുപ്പ് ചെലവിലുള്ള പണമൊന്നും 2020 തന്നില്ലേ? ഈ ബൈക്ക് വിറ്റ പണം മാത്രമാണോ ചെലവഴിച്ചത്? അല്ലല്ല, അതാണ് ഞാൻ പറഞ്ഞത്. അതായത് തുടക്കത്തിലെ കാര്യം പറഞ്ഞത്. കാര്യം ഒരു കാര്യങ്ങളും മുന്നോട്ട് നീങ്ങുന്നില്ല. അപ്പൊ എന്നെ സംബന്ധിച്ച് നമ്മൾ ഇറങ്ങിപ്പോയി. കാരണം ജീവിതം നശിക്കുന്നതും നാണക്കേടും എല്ലാം ഈ വ്യക്തിപരമായിട്ട് ഒരു വ്യക്തിയിലേക്കാണല്ലോ ചുരുങ്ങുന്നത്. അപ്പൊ ഞാൻ എന്റെ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു തുടങ്ങിയതിന് ശേഷം ഞാൻ പുള്ളിക്ക് മെസ്സേജ് അയച്ചു, ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് ചെലവാക്കിയ പണമെങ്കിലും നിങ്ങൾ നൽകിയേ പറ്റൂ. അങ്ങനെ ഞാൻ അതായത് വളരെ ചെറിയ പൈസകൾ മാത്രമേ നമ്മൾ തൃക്കാക്കര ചെലവഴിച്ചിട്ടുള്ളൂ. ആ ചെറിയ പൈസകൾ മാത്രമേ തന്നിട്ടുള്ളൂ. പക്ഷെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഞാൻ അറിഞ്ഞത് BJPയിൽ നിന്ന് വലിയൊരു ഫണ്ട് അതുപോലെ ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. അതിൽ പല മണ്ഡലങ്ങളിലും കാരണം 2020 സ്വന്തമായി പണം ചെലവഴിക്കുന്നുണ്ട്, BJP സഖ്യകക്ഷികൾക്ക് മത്സരിക്കാനുള്ള പണം നൽകുന്നുണ്ട്. ഇതെല്ലാം തന്നിട്ടും സ്ഥാനാർത്ഥികളിലേക്ക് പണം എത്തിയില്ലേ എന്നുള്ളതായിരുന്നു എന്റെ ചോദ്യം. അത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞാൻ ഇങ്ങനെ പറയേണ്ടി വന്നത് എന്റെ ഗതികേട് കൊണ്ടാണ്. കാരണം ഗതികേട് കൊണ്ടാണ്. അതായത് BJP അല്ലെങ്കിൽ NDA സഖ്യം ഈ പറയുന്ന സഖ്യകക്ഷികൾക്ക് ഈ 40 കോടിയാണ് 2020 കൊടുത്തത്. ആ 40 കോടിയിൽ നിന്നും 4 കാലും 3 വാലും ഒരു ടാർപ്പാളിന് മാത്രമാണ് 2020 ഈ കാൻഡിഡേറ്റ്സിന് കൊടുത്തതെന്നാണ് പറയുന്നത്. അവരുടെ ലക്ഷ്യം കുറേ നാളെ കണ്ടറിയാവുന്ന ആരെങ്കിലുമൊക്കെ പിടിച്ച് മത്സരിപ്പിക്കുക, ഒരു ഓളം ഉണ്ടാക്കുക, ഇത്രേ 2020 വിചാരിച്ചുള്ളൂ. അല്ലാതെ മത്സരിക്കണമെന്നോ ജയിക്കണമെന്നോ എന്ന സാധനത്തിലൊന്നും അവർ ചിന്തിച്ചിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സോ 40 കോടിയോളം അവർ കൊടുത്തു. ഇവർ സ്വന്തമായിട്ട് റേസ് ചെയ്ത ഫണ്ട് ഉണ്ടെന്ന് പറയുന്നു. ഈ സാധനമെല്ലാം സാബു എന്ന് പറയുന്ന കിറ്റക്സിന്റെ മൊയലാളി അടിച്ചുകൊണ്ട് പോയെന്നാണ് രാഹുൽ എന്ന് അഖിൽ മാരാരുടെ ഒരു നറേഷനായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. മാരാർക്ക് പറയാനുള്ള ബാക്കിയും കൂടെ കേട്ടിട്ട് നമുക്ക് മറിച്ച് വെച്ച കാര്യങ്ങളിലേക്ക് വരാം. കൊല്ലം ജില്ലയുടെ പ്രസിഡന്റ് ആക്കി നിങ്ങൾ എന്നെ പോസ്റ്റ് ചെയ്യും. ഞാൻ ബാക്കി കാര്യങ്ങൾ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാൻ കൊല്ലം ജില്ലയിൽ ഞാൻ ചെയ്യാം. ഒരു മറുപടിയില്ല. ഞാൻ അത് വേണോ? കൊല്ലം ജില്ലയുടെ നെഞ്ചത്തോട്ട് തന്നെ കയറണം ഇല്ലയോ? അല്ലെങ്കിൽ തന്നെ ഇവിടെ പപ്പടം, ലഡു, ജിലേബി, അടി പിടി എന്നും പറഞ്ഞുകൊണ്ട് നടക്കുക, പച്ചരൈസ് എന്നും പറഞ്ഞുകൊണ്ട്. ഇനി മാരാർ ഇവിടെ സങ്കടം വേറെ മാരാർ 2020 നിന്ന് പോയതിന് ഞാൻ പരിപൂർണമായ പിന്തുണ നൽകുന്നു. കാരണം BJPയിലാണെങ്കിൽ പോലും പിന്നെ എന്തെങ്കിലും ഒരു മര്യാദ ഉണ്ടെന്ന് പറയും. ഈ 2020 എന്ന് പറയുന്ന പാർട്ടി സമ്പൂർണ്ണമായിട്ടും ആ ഇലക്ഷനെ ഫേസ് ചെയ്തത് 0 നോളജോടെയാണ്. ആരാണ് ഓപ്പോസിറ്റ് മത്സരിക്കുന്നത്, എന്താണ് ആ നാട്ടിൽ വേണ്ടത്, ഏത് ആൾക്കാരുടെ ആവശ്യങ്ങൾ എന്താണ് അവർ സംസാരിക്കേണ്ടത് ഒന്നും അറിയില്ല. ഒരു കാൻഡിഡേറ്റ് വന്നിട്ട് പറയാ, ദൃശ്യത്തിൽ ലാലേട്ടനോട് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് വോട്ട് ചെയ്യണേ. അതാണോ നിങ്ങൾ ഇലക്ഷന് പറയേണ്ട ഒരു സാധനം? ചക്കയാണ് താമര, താമരയാണ് ചക്ക. ഇലക്ഷന് മത്സരിക്കാൻ മിനിമം വോട്ടർ പട്ടികയിൽ പേര് വേണമെന്ന് പോലും അറിയാത്ത ആളെ കാൻഡിഡേറ്റ് ആക്കി വോട്ടർ പട്ടിക പേരില്ലാത്തതുകൊണ്ട് അതൊക്കെയാണ് 2020 മത്സരത്തെ നേരിട്ടൊരു സാധനം. കഷ്ടം. ബാക്കി കേൾക്കാം. ഒരു തൃക്കാക്കരയിൽ ഒരു പാവപ്പെട്ട കുടുംബത്തിന് വീട് വെച്ച് കൊടുക്കുന്നു. സുരേഷ് ഗോപി 4 ലക്ഷം രൂപ തന്ന് സഹായിക്കാമെന്ന് പറയുന്നു. അങ്ങനെ ഞങ്ങൾ അത് വേണ്ടി ചെയ്യാറ്. ഞാൻ ഈ കാര്യം ഞാൻ ഇദ്ദേഹത്തെ അറിയിക്കുന്നു. നല്ല കാര്യം എന്ന് പറഞ്ഞു പോലും ഒരു മെസ്സേജ് ഇല്ല. നമ്മുടെ കൂടെ തെരഞ്ഞെടുപ്പ് അതങ്ങനെ നല്ല കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന് പൈസ കൊടുക്കേണ്ടി വന്നാൽ എന്നായും. അതുകൊണ്ടാണ് നല്ല കാര്യം എന്ന് പറയത്തെ. ഒന്ന് മിണ്ടി കഴിഞ്ഞ് ചിലപ്പോൾ എന്നാ പിന്നെ 2020 ആശാനൂടെ പൈസ താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നായും. അതാ പ്രശ്നം. പ്രവർത്തനത്തിന് വന്ന ഒരു പയ്യന്റെ തൃക്കാക്കര തോറ്റു ശരിയാണ്, പക്ഷെ 2020 നിന്നിടത്ത് എല്ലായിടത്തും തോറ്റല്ലോ. അപ്പൊ അവർക്ക് സ്വാഭാവികമായിട്ടും രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊരു വിചാരം ചിലപ്പോൾ ഉണ്ടാവില്ലായിരിക്കും. അതാ ഞാൻ പറഞ്ഞത്. അത് ഇപ്പൊ ഈ പറയേണ്ടി വരുന്നതും 2020 നിന്ന് ലഭിച്ച ഫണ്ട്. അപ്പൊ എനിക്കതിന്റെ കണക്കറിയാം, പക്ഷെ ഞാൻ ആ കണക്ക് പറയുന്നില്ല. അതെന്നാ പരിപാടി അത്? ഇത് ഒരുമാതിരി എൻ്റെ മറ്റേ തോക്ക് തരാൻ പറ്റിയ വെടിവെക്കലെന്ന് പറയുന്നത് അറിയാമെങ്കിൽ പറയണം. ഈ മാരാര് എവിടെ പോയാലും ഒരു കോൺട്രവേഴ്സി, കുറഞ്ഞത് ഒരു കോൺട്രവേഴ്സി പുള്ളിക്കാരൻ കൺഫേം ആയിട്ട് ഉണ്ടാക്കിയിരിക്കും. ഏതൊണ്ടൊരു സിനിമയ്ക്കകത്ത് അഭിനയിച്ച് മുള്ളംകൊല്ലി വേലായുധനോ കോൺട്രവേഴ്സി ഉണ്ടാക്കി. 2020 രാഷ്ട്രീയ പാർട്ടി വന്നു, കോൺട്രവേഴ്സി ഉണ്ടാക്കി. ബിഗ് ബോസിൽ പോയി, കോൺട്രവേഴ്സി ഉണ്ടാക്കി. ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് കോൺട്രവേഴ്സി ഉണ്ടാക്കി. കോൺട്രവേഴ്സികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന മാരാരെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മാരാർക്കറിയാം എത്ര ഫണ്ട് ചിലവാക്കിയത്. അതിലേക്കൊക്കെ നമുക്ക് വരാം കേട്ടോ, അത് വിശദമായിട്ട് നമുക്ക് വരാം. ആ ഫണ്ട് ഏത് രീതിയിലാണ് പല മണ്ഡലങ്ങളിലും ചെലവഴിച്ചിട്ടുള്ളത് എന്നുള്ളതിന്റെ ഏകദേശ ധാരണയും നമുക്കുണ്ട്. അപ്പം വ്യക്തിപരമായിട്ട് ആ ഫണ്ട് ലഭിക്കുക,
തെലങ്കാനയിൽ അദ്ദേഹത്തിന്റെ ഒരുപാട് പ്രോജക്റ്റുകൾ നടക്കുന്നുണ്ട്. അത് കേന്ദ്രത്തിൽ നിന്നും അവിടെ നിന്നുള്ള സഹായങ്ങൾ ലഭിക്കുക. ഏതാണ്ട് 1600 കോടി രൂപയാണ് കിറ്റെക്സ് എന്ന് പറയുന്ന കമ്പനിയുടെ ലോസ്. അത് അമേരിക്കയിലെ താരിഫ് മൂലമുണ്ടായ പ്രശ്നമാണ്. അപ്പോൾ ടെക്സ്റ്റൈൽസ് ഇൻഡസ്ട്രിയുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ റീസെന്റ് ആയിട്ട് ഒരു 10,000 കോടിയുടെ ഒരു പ്രോജക്റ്റ് ഒരു അലോക്കേഷൻ കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കിറ്റെക്സിനെ കൊണ്ടുവരാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള സാമ്പത്തിക പ്രശ്നങ്ങളെ മറികടക്കാനുള്ള മാർഗമായിട്ട് കൂടിയിട്ടൊക്കെ ആകാം. അതായത് ഒരു വ്യക്തി തന്റെ താല്പര്യങ്ങളെ മാത്രം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് നമ്മൾ വരികയും, അതായത് 2020 ഫുള്ള് അഴിമതിയാണെന്നാണ് നമ്മുടെ മാരാർജി പറയുന്നത്. മാരാർജി അല്ലല്ലോ, അഖിൽ മാരാർ പറയുന്നത്. ഈ മാരാർ പറഞ്ഞതിനകത്ത് 2 സാധനങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന്, 40 കോടിയോളം BJP കൊടുത്തു. അത് ഞാൻ 40 കോടി കേസ് പുള്ളിക്കാരൻ്റെ വായി തന്നെ കേൾപ്പിക്കാം. 40 കോടിയോളം BJP അല്ലെങ്കിൽ NDA സർക്കാർ ഇവർക്ക് കൊടുത്തു. പക്ഷേ ഇവരത് പ്രോപ്പറായിട്ട് കാൻഡിഡേറ്റ്സിലേക്ക് വിതരണം ചെയ്തില്ല. അവരുടെ ഇലക്ഷൻ ക്യാമ്പയിന് വേണ്ടി ചിലവാക്കാൻ കിട്ടിയില്ല. ആ പൈസ ആരടിച്ചു? പൈസ സാബു കിറ്റെക്സ് അടിച്ച്. അതിനുശേഷം ഈ കിറ്റെക്സ് എന്ന് പറയുന്ന പുള്ളിക്കാരൻ ഈ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോയി, അല്ലെങ്കിൽ ഇത് NDA സഖ്യവുമായിട്ട് ചേർന്നതിൻ്റെ പിന്നിലെ കാരണം, അങ്ങനെ ചേരുമ്പോൾ പുള്ളിക്കാരൻ്റെ ബിസിനസ് ഇന്ത്യ ഒട്ടാകെ വ്യാപിപ്പിക്കാം, നിലവിലുള്ള നഷ്ടങ്ങളൊക്കെ മണ്ണിട്ട് നികത്താം. ഓക്കെ, 2 അലിഗേഷനാണ് നിലവിൽ പറഞ്ഞത്. ഇനി ഈ ഒരു സാധനത്തിൽ ഈ പറയുന്ന കിറ്റെക്സിന്റെ മുതലാളിയായിട്ടുള്ള സാബു പ്രതികരിച്ചു വന്നു. മാരാർക്ക് സൗകര്യമുണ്ട്, മത്സരിച്ചാൽ മതിയായിരുന്നു, നിന്നോട് ഞാൻ പിടിച്ച് പറഞ്ഞടാം മത്സരിപ്പിക്കാൻ എന്ന് പറഞ്ഞൊരു സാധനം വന്നിട്ടുണ്ട്. അത് ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിന് തൊട്ട് മുമ്പ് കണ്ടത്, അതുകൊണ്ട് അത് ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടില്ല. മറ്റൊരു സാധനം കേൾക്കാം. നമുക്ക് നിലവിൽ കത്തൊന്നും വന്നിട്ടില്ല രാജിക്കത്ത്. അതിനെ അങ്ങനെയൊന്നും മത്സരിച്ചാൽ പ്രത്യേകിച്ച് ഒരു സ്ഥാനമൊന്നും ഉണ്ടായില്ലല്ലോ പുള്ളി. അങ്ങനെ പുള്ളിക്ക് സ്ഥാനമൊന്നുമില്ലല്ലോ, പിന്നെ ഇതിനെ രാജിവെക്കുന്നേ. ഈ സ്ഥാനവും മാനവും പേരും ഊരും ഒന്നും ഇല്ലാത്തൊരുത്തിനാണോ മത്സരിപ്പിച്ചേ? ഇതിന്ന് തന്നെയുണ്ട് 2020 എന്ന് പറയുന്ന പാർട്ടി കാൻഡിഡേറ്റ്സിന് കൊടുത്ത ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ ആ പാർട്ടിക്ക് അത് നിന്നിരുത്തേണ്ട ഇമ്പോർട്ടൻസ്. അപ്പോൾ അവനെ അനുനയിപ്പിക്കാനോ അതിൽ തുടർന്ന് നിർത്താനോ ഒന്നുള്ള യു ആർ ഫയർഡ്. അതായത് ബിസിനസ്സുകാരാണല്ലോ. നമ്മൾ തമിഴ്നാട്ടിൽ വിജയ് വന്ന പോലെ കാശുകാരായ കുറച്ച് ആളുകളുടെ പാർട്ടി, ആ പാർട്ടിക്ക് പണത്തിൻ്റെ ആവശ്യമില്ല എന്നും പറഞ്ഞുകൊണ്ട് എറണാകുളത്ത് ഒരു ചുരുങ്ങിയ സ്ഥലത്ത് നല്ല പ്രകടനം കാഴ്ചവെച്ചൊരു പാർട്ടി കംപ്ലീറ്റ്ലി അഴിമതിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു രീതിയിലാണ് മാരാര് പറയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഓക്കെ, അപ്പോൾ അവൻ രാജിവെക്കാൻ അവനാര്? അവന് നമ്മളൊന്നും കൊടുത്തിട്ടില്ലല്ലോ. ബാക്കി പറ. രാജിവെക്കേണ്ട തരത്തിലുള്ള പോസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല സംഘടനയിൽ. 2020 ഒരു ഔദ്യോഗിക ഇതെല്ലാം സ്ഥാനാർത്ഥിയായി നല്ല പറഞ്ഞിട്ട് രാജിവെക്കേണ്ട കാര്യങ്ങളൊന്നും വരില്ല. ഔദ്യോഗികമായി ഒരു കണാപ്പില്ലാത്ത ഒരുത്തിനെ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കിയെന്നു. എന്ത് തേങ്ങയാണ് ഈ പറയുന്നത്? 2020 സ്ഥാനാർത്ഥിയാകാനുള്ള സാധനം എന്താണ്? ഒന്നും വേണ്ട, നിനക്ക് സ്ഥാനാർത്ഥിയാണോ? ബാ കയറ്, 2020 കയറി നിൽക്ക്, 4 പേര് അറിയൂ നിന്നെ, നിനക്ക് നാണമുണ്ടോ? ആ സാധനം അതാണ് 2020 സ്ഥാനാർത്ഥിയാകാനുള്ള. അടുത്ത മത്സരിക്കുമല്ലേ, കണ്ടാൽ മതി. ശരി, അപ്പൊ സംഘടനയ്ക്ക് യാതൊരു തരത്തിലുള്ള കുഴപ്പമുണ്ടാവില്ല. അതിനകത്ത് ഇപ്പൊ ഒരാള് എത്രയോ ആളുകൾ ഏതെല്ലാം പാർട്ടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു, അതാണല്ലോ രാഷ്ട്രീയം എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് യോജിക്കാൻ പറ്റുന്നതിനായിരിക്കും പോയിക്കോട്ടെ, അത് നമുക്ക് ചെയ്യാൻ പറ്റും. വിശദമായി അതെ, ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചാടുന്നതാണല്ലോ രാഷ്ട്രീയം എന്ന് പറഞ്ഞത്. അങ്ങനെ ചാടാതെ നിങ്ങളുടെ പാർട്ടിക്കുള്ളിൽ തന്നെ സംതൃപ്തമായി വെച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ വിജയം എന്ന് പറയുന്നത്. എന്തുകൊണ്ട് 2020 നിന്നും മാരാർ ചാടി? 2020 പുള്ളിക്കാരൻ അസംതൃപ്തമായി. UDF നിന്നും എന്തുകൊണ്ട് കുറേ ആൾക്കാർ BJP ചാടി? UDF ഒരു സ്ഥാനത്തിനെത്താൻ അസംതൃപ്തരാണ്. എന്തുകൊണ്ട് BJP നിന്നും എങ്ങോട്ടെങ്കിലുമൊക്കെ പോന്നു, കമ്മ്യൂണിസ്റ്റിൽ നിന്നും എങ്ങോട്ടെങ്കിലുമൊക്കെ പോന്നു, അല്ലെങ്കിൽ ഇതിൽ നിന്നൊക്കെ കമ്മ്യൂണിസത്തിലേക്ക് പോന്നു? നിങ്ങൾ എക്സിസ്റ്റിംഗ് ഒരു സ്ട്രക്ചറിനകത്ത് അവർ കറക്റ്റ് അല്ല, അവർക്ക് സാറ്റിസ്ഫൈഡ് അല്ല, അതുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ എന്തുകൊണ്ട് സാറ്റിസ്ഫൈഡ് അല്ല എന്ന് ചിന്തിക്കുകയും, വളർന്നു വരുന്നൊരു പാർട്ടി, നിലവിലൊരു ഇല പോലും കുനിഞ്ഞെടുക്കാൻ വകുപ്പില്ലാത്തൊരു പാർട്ടിയാണ് ഈ 2020 എന്ന് പറയുന്നത്. നിങ്ങൾ ഇന്ന് വരെ ഒരു സാധനവും ജില്ലാതലത്തിലോ പറയണ്ട, സംസ്ഥാന തലത്തിലോ ദേശീയ തലത്തിലോ ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ അതിനെ പിടിച്ചു നിർത്തി, അതിനെ രൂപീകരിച്ച് അവർക്ക് തമ്മിലുള്ള പ്രശ്നങ്ങൾ തീർക്കണം. അല്ലാതെ തമ്മിൽ തല്ലിയോ, യു ആർ ഫയർഡ്, 1 മുതൽ നിനക്ക് ജോലിയില്ല. എന്തൊരു തെറ്റപ്പത്. മാരാര് ഇനി കുറച്ചും കൂടെ വ്യക്തമായി വിശദമായി പറയുന്നത് നമുക്കൊന്ന് കേൾക്കാമേ. തൃപ്പൂണിത്തുറ സീറ്റ് നിങ്ങൾക്ക് തന്നു, പക്ഷേ നിങ്ങൾ ആരെ മത്സരിക്കുമ്പോൾ നിങ്ങൾക്കല്ലേ തീരുമാനിക്കാൻ പറ്റുക? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. ഞാൻ നിങ്ങളുടെ പാർട്ടിയിലേക്ക് വന്നിട്ട് നിങ്ങളുടെ ഒരു C ക്ലാസ് മണ്ഡലത്തിൽ, BJPയുടെ ഒരു C ക്ലാസ് മണ്ഡലത്തിൽ, സംഘടനയില്ലാത്ത മണ്ഡലത്തിൽ ഞാൻ വന്ന് മത്സരിക്കുമ്പോൾ BJPയുടെ A ക്ലാസ് മണ്ഡലത്തിൽ നിങ്ങൾ ആരെയാണ് മത്സരിപ്പിക്കുന്നത്? നിങ്ങൾ ആരെയാണ് കൊണ്ടുവരുന്നത്? നിങ്ങൾ എന്നെ പൂർണ്ണാർത്ഥത്തിൽ ചതിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് തൃക്കാക്കര നമ്മൾ മത്സരിക്കാൻ വന്നു. തൃക്കാക്കര മത്സരിക്കാൻ വരുന്ന സമയത്ത് ഞാൻ എന്തുകൊണ്ട് തൃക്കാക്കര മത്സരിച്ചു നിങ്ങൾ ചോദിച്ചാൽ, 140 നിയോജക മണ്ഡലങ്ങളുടെ രാഷ്ട്രീയം അതിഭീകരമായി മാധ്യമങ്ങളിൽ ചർച്ച നടക്കുകയാണ്. ഇതിൻ്റെ ഇടയിലൂടെ ഞാൻ കയറി പറയുകയാണ് എന്നെ സാബു ജേക്കബ് കൊട്ടാരക്കര സീറ്റ് തരാമെന്ന് പറഞ്ഞ് പറ്റിച്ചെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരും മൈൻഡ് പോലും ചെയ്തില്ല. അതായത് കുറച്ചും കൂടെ നല്ലത് മത്സരിച്ച് അവിടെ നെഞ്ചും വിരിച്ചിന്ന് തോറ്റിട്ട് ഇറങ്ങി വന്നിട്ട് ചതിച്ചതാ, ഞാൻ പറ്റിച്ചതാ, പറഞ്ഞ് വഞ്ചിച്ചതാ
എന്ന് പറയുന്നതിലും നല്ലത് അന്നേരം തന്നെ അവൻ ചതിയനാണ്, ഈ നാറിയുടെ പാർട്ടിയിൽ നിൽക്കാൻ നോമില്ലേ എന്ന് പറഞ്ഞ് പോയിരുന്നെങ്കിൽ കയ്യടി മേടിച്ചിട്ട് പോയായിരുന്നു. അതിനകത്തൊന്നും വലിയ ആളൊന്നുമില്ല. അവിടെ ഞാനെന്ന് പറയുന്ന വ്യക്തി പരിപൂർണ്ണമായും ഇല്ലാതാവും. പിന്നെ ആകെ എൻ്റെ മുന്നിലുള്ള ഓപ്ഷൻ തൃക്കാക്കരയിൽ മത്സരിക്കുക. എനിക്ക് എത്ര വോട്ട് നേടിയെടുക്കാൻ കഴിയും ആ വോട്ട് അവിടെ നേടിയെടുക്കാൻ ശ്രമിക്കുക. അതിന് വേണ്ടിയിട്ട് ഞാൻ ആത്മാർത്ഥമായി പരിശ്രമിച്ച സമയത്ത് ഇവരെ അതില്ലെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. പുള്ളി അവിടെ സീറ്റ് ഉറപ്പിക്കാൻ അല്ലെങ്കിൽ വോട്ട് പിടിക്കാൻ ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചു. ചാനലുകളിലൊക്കെ അതീവ കോൺഫിഡൻസോടെ, ഈ സ്റ്റേജുകളിലൊക്കെ വളരെ കോൺഫിഡൻസോടെ ഞാൻ വേറെ ലെവല് സാധനം. ഈ ഒരു സാധനം പടച്ചു വിടാൻ, അതായത് കാലിൻ്റെ അടിയിലെ മണ്ണൊഴുകി പോകുമ്പോഴും ചങ്കുറപ്പോടെ നിൽക്കാൻ പുള്ളി കാണിച്ച ചങ്കൂറ്റം ചില്ലറൊന്നുമില്ല. അത് നല്ലൊരു ഇതാണത്. പറഞ്ഞത് 18 കൗൺസിലർമാർ തൃക്കാക്കരയിലുണ്ട്, നമുക്ക് 15,000 വോട്ട് കഴിഞ്ഞ പ്രാവശ്യം അവിടെ കിട്ടിയതാണ്. ഇങ്ങനെ പല സാഹചര്യങ്ങളൊക്കെ പറയുന്നു. അഖിലിന് അവിടെ വലിയ സാധ്യതകളുണ്ട്, നമ്മൾ അങ്ങനെ ചെയ്തത് ഇങ്ങനെ ചെയ്തത് എന്നെല്ലാം പറയുന്നു. 2 പേരാണ് തൃക്കാക്കരയിൽ എൻ്റെ കൂടെ 2020 വേണ്ടി വർക്ക് ചെയ്യാൻ പൂർണ്ണ സമയം ഉണ്ടായിരുന്നു. പൂർണ്ണ സമയം അവിടെ എവിടെയും ചെല്ലുമ്പോൾ ചില ആൾക്കാരെ കാണുന്നതല്ലാതെ ഒരു മനുഷ്യനില്ല. അവസാനം കൊട്ടാരക്കരയിൽ നിന്നും കൊച്ചിയിലും തൃശ്ശൂരും മറ്റു പല സ്ഥലങ്ങളുമുള്ള എൻ്റെ അടുപ്പക്കാരെയും സുഹൃത്തുക്കളെയും എല്ലാവരെയും കൂടെ വിളിച്ചിട്ടാണ് BJP-ക്കാർ ഉള്ളവർ എൻ്റെ കൂടെ ആത്മാർത്ഥമായിട്ട് കൊണ്ടുവിടും. ഞാൻ 2020 കാര്യമായി പറയുന്നത്. BJP-ക്കാർ ആത്മാർത്ഥമായിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്ന സംഘടനാ സംവിധാനം ഉപയോഗിച്ച് അവരെൻ്റെ കൂടെ പ്രവർത്തിച്ചു. 2020 പക്ഷേ ആളില്ല. എന്നിട്ട് നമ്മൾ അത് കൊള്ളാട്ടോ. അതായത് പുള്ളി 2020 പാർട്ടിയിലാണ്. യവന്മാർ സപ്പോർട്ട് ചെയ്യാത്തപ്പോൾ NDA സഖ്യത്തിലുണ്ടെന്നുള്ള കാരണത്താൽ BJP അഖിൽമാരെ വരെ സപ്പോർട്ട് ചെയ്തു. അപ്പോൾ അത് കൊള്ളാം, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം അവന്മാർക്ക് വേണേൽ കൈ കഴുകിയായിരുന്നു, അമ്മ ശേഷം കൂടെ ഒന്ന് കൊള്ളാം. തെരഞ്ഞെടുപ്പ് മുതൽ കേട്ടോടിക്കുന്ന പഴി എന്താ? കോടിക്കണക്കിന് രൂപ കിട്ടി. ഞാൻ 20 ലക്ഷം രൂപ കൊടുത്ത് വാങ്ങിയ BMW ബൈക്ക് വിൽക്കുന്നത് ഏപ്രിൽ 2-ാം തീയതിയാണ്. ഏപ്രിൽ 2 എന്ന് പറയുമ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അല്ലെങ്കിൽ നിങ്ങൾ BMW ഷോറൂമിൽ തന്നെ പോയി ചോദിച്ചു നോക്കൂ. തെരഞ്ഞെടുപ്പിന് വേണ്ടിയാണോ ഈ ബൈക്ക് വിറ്റത്? അല്ലെങ്കിൽ എനിക്കൊരു ഞാൻ വിട്ടിരുന്ന എനിക്കൊരു തവാച്ചടി ഞാൻ ചുമ്മാ വെറുതെ തോന്നി BMW കൊടുത്തേക്കാം പുല്ലിപ്പോട്ട് ഇതൊക്കെ കേൾക്കണോ? ഓക്കെ, അപ്പം ആരാര് BMW ഒക്കെ വിറ്റിട്ടാണ് ഇലക്ഷനുള്ള ഇനിഷ്യൽ ഫണ്ട് കണ്ടെത്തിയത്. അതിനുശേഷം പുള്ളിക്കാരൻ ചെലവാക്കിയ ആ പണം അവർ തിരിച്ച് നൽകിയെന്നും പറയുന്നുണ്ട് കേട്ടോ. നമ്മളങ്ങനെ മൊത്തത്തിൽ കള്ളത്തരം പറയാൻ പാടില്ലല്ലോ. അവിടെ ജയിച്ചത് 2020 ജയിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞത് അവഗണന പുള്ളി എന്നോട് മാത്രമല്ല. കാര്യം എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്? ഇദ്ദേഹം വന്നത്, ഇദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ചില ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. ഇദ്ദേഹത്തിന് 19 നിങ്ങൾ ആലോചിച്ചിട്ടില്ലേ? എറണാകുളത്ത് മാത്രമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് എന്തിനാണ് 19 സ്ഥലത്ത് മത്സരിച്ചത്? 19 സ്ഥലത്ത് മത്സരിക്കുന്നത് 19 സ്ഥലത്തു നിന്നുള്ള ഫണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ പൈസ ഇയാൾ സാബ് എടുത്തെന്നാണോ അഖിൽ പറയുന്നത്? ഈ BJP നേതാക്കൾ കുഴിച്ചിട്ടൊന്നും എനിക്കറിയത്തില്ല. എടുത്തോ കുഴിച്ചിട്ടോ മാനൊരു തഗ്ഗിന്റെ പരിപാടി കേട്ടോ. ഫുൾ തഗ് സീനാണ്. എടുത്തോ കുഴിച്ചിട്ടോന്ന് എനിക്കറിയത്തില്ല. അയാളുടെ ആണ് പക്ഷെ സാധനം. BJP-യിൽ നിന്ന് പുള്ളിക്ക് ഫണ്ട് കിട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യം എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഇത് ഞാൻ എന്ന് BJP-യുടെ തന്നെ ചില നേതാക്കന്മാർ മറ്റു പലരോട് പറഞ്ഞതിൽ നിന്നും, കാര്യം എനിക്ക് പണം കിട്ടി എന്ന രീതിയിൽ, അതായത് സാബു ജേക്കബിന് പണം കൊടുക്കുമ്പോൾ അതെനിക്കും കിട്ടുമല്ലോ എന്ന അർത്ഥത്തിൽ എന്നോട് സംസാരിച്ചപ്പോൾ എനിക്ക് 5 പൈസ കിട്ടിയില്ല. ഇതെന്താണെന്ന് വെച്ചാൽ പുറത്ത് 5 പൈസ കിട്ടിയില്ലെന്ന് മാത്രമല്ല, ചീത്തപ്പേരോട് ചീത്തപ്പേര്. ഒന്ന്, നിനക്ക് 2020 കണത്തിന് കിട്ടിയിട്ടില്ലേ എന്നാ ചീത്തപ്പേര്. നീ NDA സഖ്യത്തിൽ ചേർന്ന BJP സംഘി എന്നുള്ള ചീത്തപ്പേര്. അത് എല്ലാവർക്കും ചീത്തപ്പേരല്ല, സംഘികളായിട്ടുള്ളവർക്ക് വളരെ അഭിമാനമുള്ള പേരാണ്. നല്ല കാര്യം. പൊതുവെ മെജോറിറ്റി ആളുകളും BJP-ക്കെതിരാണ്. ആയതിനാൽ BJP ചേർന്നു. സാമ്പത്തിക നഷ്ടം, മാനഹാനി, പിന്നെന്താ BMW ബൈക്ക് വിറ്റ് മുതലായ എന്തൊക്കെ തരം നഷ്ടങ്ങൾ സംഭവിക്കുമോ അതെല്ലാം പുള്ളിക്കാരന് ഈ ഒരു ഇലക്ഷനെ ഫേസ് ചെയ്തുകൊണ്ട് കിട്ടി. സ്വതന്ത്രനായി മാരാർ മത്സരിച്ചിരുന്നെങ്കിൽ ഉറപ്പായിട്ടും കുറേ കൂടെ വോട്ട് കിട്ടിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ബേസിക്കലി ഒരുപാട് ആൾക്കാർ എതിർക്കുന്ന ഒരു സഖ്യത്തിന്റെ ഭാഗമായി മാറിയതാണ് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നത്. നമുക്ക് മാരാർക്ക് മേലുള്ള ബാക്കിയായിട്ടൊരു പെട്ടെന്ന് പരിപാടി നിർത്താം. ഇനി ഒരു കാര്യം പറയാം. ഏതാണ്ട് 1600 കോടി രൂപയുടെ നഷ്ടം കിറ്റക്സിനുണ്ട്. അത് അമേരിക്കൻ താരിഫ് വർദ്ധിപ്പിച്ചതിനെ തുടർന്ന് കിറ്റക്സിനുണ്ടായ നഷ്ടമാണ്. ഞാൻ ഷെയർ ട്രേഡ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഈ നഷ്ടം നികത്താൻ അദ്ദേഹം കേന്ദ്രവുമായി ചേരുമ്പോൾ തെലങ്കാനയിൽ അദ്ദേഹത്തിന് പല പ്രോജക്റ്റുകളും പാസ്സാക്കി എടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, കേന്ദ്രം ടെക്സ്റ്റൈൽസ് ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ട് 10,000 CR മറ്റൊന്നും തോന്നുന്നു ഒരു പ്രോജക്റ്റ്, അതിന്റെ കറക്റ്റ് റിപ്പോർട്ട് നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക. അതിൽ ഓരോ കമ്പനികളെ ഉൾക്കൊള്ളിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കമ്പനിയുടെ ഷെയർ വാല്യൂ വർദ്ധിക്കും, കിറ്റക്സിനും പ്രയോജനപ്പെടും. ഇന്നല്ലെങ്കിൽ നാളെ തന്റെ കമ്പനിയെ രക്ഷിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടാകണം ഇന്നലകളിൽ അതിശക്തമായി 3 രാഷ്ട്രീയ പാർട്ടികളെ വിമർശിച്ച ഒരു മനുഷ്യൻ പോയത്. പക്ഷെ അതിലേക്ക് ദയവ് ചെയ്ത് നമ്മളെ വലിച്ചിടരുതായിരുന്നു. ഓക്കെ, അപ്പോൾ മാരാർ പറയുന്നത് കിറ്റക്സ് എന്ന സ്ഥാപനത്തിനെ വളർത്തണം എന്ന ആഗ്രഹത്തോടെയാണ് 2020 എന്ന പാർട്ടി നിലകൊള്ളുന്നത്. ഒരു ബിസിനസ്സുകാരൻ, ഫോർ എക്സാമ്പിൾ നമുക്ക് ട്രംപിനെ എടുക്കാം. ഒരു ബിസിനസ്സുകാരൻ എന്ത് ചെയ്താലും അവനതിന് ബിസിനസ്സാണ് കാണുന്നത്. അതിന് യാതൊരു തർക്കവുമില്ല. ഒരു യൂട്യൂബറായിട്ട് നിൽക്കുന്ന ഒരാൾക്ക് എന്ത് കണ്ടാലും കണ്ടന്റ് ആ സാധനത്തിലാണ് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നത്. ക്രെഡിറ്റ് കാർഡ് വിൽക്കുന്ന ഏതൊരുത്തൻ എന്ത് ഓഫേഴ്സ് ഉണ്ടെങ്കിലും ക്രെഡിറ്റ് കാർഡ് ഇതിലെങ്കിലും മുതൽ അതങ്ങനെയാണ് അവരുടെ ബേസിക് നേച്ചർ. അതാണ്
അപ്പോൾ ഈ 2020 എന്ന് പറയുന്ന പാർട്ടിയുടെ ആൾക്കാർ സാമ്പത്തികമായിട്ട് എങ്ങനെ ഉന്നമനത്തിലേക്ക് എത്താം, അല്ലെങ്കിൽ തൻ്റെ ബ്രാൻഡിനെ എങ്ങനെ വലുതാക്കാം എന്ന് ചിന്തിച്ചതിൽ അത് തെറ്റാണ്. പക്ഷേ അതാണ് അതിനകത്ത് സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും മാരാർ പോയതോടെ 2020 എന്ന് പറയുന്ന പാർട്ടിക്കകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ പുറത്തു വന്നിരിക്കുകയാണ്. എൻ്റെ ഒരു പ്രകാരം ഇലക്ഷൻ കമ്മീഷൻ ഇതിനകത്ത് ഇടപെടണം. 40 കോടിയോളം കിട്ടി, അതിൽ എത്ര രൂപ ചിലവാക്കി എന്നുള്ളത് ഇതാക്കണം. ചിലവാക്കിയില്ലെങ്കിൽ മറ്റ് എമൗണ്ടുകൾ കണക്ക് കാണിച്ചിട്ടുള്ള രീതിയിലാണോ വകതിരിച്ചിട്ടുള്ളോ എന്നുള്ളത് നോക്കണം. ഈ സ്ഥാപനം അല്ലെങ്കിൽ ഈ ഒരു 2020 എന്ന് പറഞ്ഞ പാർട്ടി ഈ സഖ്യത്തിൽ ചേർന്നതിന് പിന്നിൽ മറ്റെന്തെങ്കിലും ആശയങ്ങളോ മറ്റെന്തെങ്കിലും നിഗൂഢ ലക്ഷ്യങ്ങളോ ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. ഇതിനകത്ത് നേരിട്ടിട്ടുള്ള മറ്റ് കാൻഡിഡേറ്റുകൾ അവരുടെ ഒപ്പീനിയൻസ് പറയണം. അവർ ഏതെങ്കിലും തരത്തിലുള്ള കൈക്കൂലിയോ അങ്ങനത്തെ കാര്യങ്ങളോ ഇതിനകത്ത് നടന്നിട്ടുണ്ടെന്നുള്ളവർ പരിശോധിക്കണം. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പരിശോധിക്കണം. അതായത് കൊള്ളാടെ. അപ്പം അതിനാണ് ഓടിപ്പോയി NDAയിൽ ചേർന്നത്. നല്ല എന്തായാലും ഇതൊക്കെയാണ് മാരാർജിയുടെ 2020 നിന്നുള്ള മാറ്റത്തെക്കുറിച്ചിട്ടുള്ള സംഭവങ്ങൾ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. മാരാർ സ്വതന്ത്രനായിട്ട് നിൽക്കൂ. ഫുൾ സെറ്റപ്പ് ആവും. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റിൽ രേഖപ്പെടുത്താൻ പറ്റും. ബൈ.